ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ്, എന്താ പറയുക, ഒരു ഹാപ്പി മൊമെൻ്റ് തന്നെ ഒരു ഷെയർ ചെയ്യാനാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എൻ്റെ ഒരു 7-8 മാസത്തെ കഷ്ടപ്പാടിൽ എനിക്കങ്ങനെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. ഞാനങ്ങനെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. ഇന്ന് എനിക്ക് ചാനലിൽ ആഡ്സ് ഒക്കെ വന്നു തുടങ്ങി. എന്താ പറയുക, ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്കിന്ന് അറിയായിരുന്നു ഇന്ന് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആവും. അത്യാവശ്യം ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്ത് ചാനൽ മോണിറ്റൈസ്ഡ് ആയി കയറുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ സപ്പോർട്ടായിരുന്നു, കാരണം നിങ്ങൾ കാണുന്ന വ്യൂസും നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടായിരുന്നു എനിക്ക് ആ വാച്ച് അവറിലോട്ട് എത്താനും ഇന്ന് ഞാൻ ആ എന്തോന്ന് പറയാൻ മോണിറ്റൈസിലോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. എങ്ങനെ പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞറിഞ്ഞൂടാ. ഇന്ന് തന്നെ ഞാൻ നൈറ്റ് തന്നെ ഇന്ന് ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തു ഈ ഒരു ഇതിലെത്താൻ. കാരണം അത്യാവശ്യം ഒരുപാട് കേട്ടു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലൂടെ ആൾക്കാരുടെ വായിക്കത്തു നിന്നൊക്കെ എന്താ പറയുക തെറി കേട്ടില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം അല്ലാതെ ഒരുപാട് ഞാൻ നെഗറ്റീവ് പോലെയൊക്കെ ഒരുപാട് കേട്ടു. കുറച്ചൊക്കെ സങ്കടം തോന്നി. പിന്നെയും എന്താ പറയുക അങ്ങോട്ട് മുന്നോട്ട് പോയി. എവിടെ വരെ നമുക്ക് നോക്കാം, എപ്പോഴായാലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്നവർക്ക് പറയാനേ പറ്റും, അവരാരും എനിക്ക് ഒന്നും ചെയ്തു തരാൻ പോണില്ല. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ എത്തി. ഞാനിന്ന് മെയ് 20 എൻ്റെ ആ ഡേയിലോട്ട് ഞാൻ എത്തി. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണിന്ന്. എത്ര പറഞ്ഞ് എനിക്ക് അറിയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ, അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ജൂണിലൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഫസ്റ്റ് യൂട്യൂബ് ഷോർട്സ് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഡെയിലി 1-2 ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ ഒരു ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയി, ഞാൻ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ 1 ഒക്കെ ആയിട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ എന്താ പറയുക 100 വ്യൂസ് എത്തിയ ആയി, അങ്ങനെയാണ് കിടന്നത്. പിന്നെ എന്താ പറയുക ഡിസംബർ ലാസ്റ്റ് ജനുവരി 1 ഒക്കെ ആയപ്പോൾ 1K ചില വീഡിയോസിനൊക്കെ 1K ഒക്കെ അടിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ ഒരു ലവ് സ്റ്റോറി 1.8K അടിച്ചു. അതിൽ അത്യാവശ്യം നല്ല ഒരു വാച്ച് അവർ എനിക്ക് അതിൽ കിട്ടി. അതും അത്യാവശ്യം നല്ല രീതിയിൽ അത് വ്യൂസായി. എന്താ പറയുക നാട്ടുകാരൊക്കെ നമ്മുടെ ഇവിടെ കൂടെ ഉള്ളവരൊക്കെയാണ് നല്ല രീതിയിൽ കണ്ടതും. അത് നല്ലതുപോലെ എനിക്ക് വാച്ച് അവർ കയറി. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഐഡിയ ഇല്ലാതെയാണ് തുടങ്ങിയത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറേ ഇല്ലായിരുന്നു. ഒന്നിടും, 2 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ റിലേറ്റീവിലൊരു ചേച്ചിയുണ്ട്, വിജി ചേച്ചി. ആ ചേച്ചി പറയും, ആൻസി എന്ത് കൂട്ടാ ഇന്ന് വീഡിയോ ഇടാത്ത, നീ ഇട്, വ്യൂസ് ഒന്നും നോക്കണ്ട, നമുക്ക് എപ്പോഴെങ്കിലും കയറിയാൽ മതിയല്ലോ, നീ ഒരു ഏണിങ്സിനാണ് നീ തുടങ്ങണമെങ്കിൽ നീ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം. ആ ചേച്ചി 1-2-3-4 തവണ ആ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞു തന്നെ. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു എങ്ങനെ പോട്ടെ ഡെയിലി അപ്പോൾ വീഡിയോസ് ഇടാം, അങ്ങനെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയാണ്. ആ ചേച്ചി സത്യം പറഞ്ഞ് ഞാൻ ഈ മോണിറ്റൈസ്ഡ് ആയപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് ഓർത്ത്, ആ ചേച്ചി അന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ലേ, ചിലപ്പോൾ 1-2-3 അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചേച്ചി ഓർത്തു. കാരണം എന്താ പറയുക, ആ ചേച്ചി അന്ന് പറഞ്ഞതിലായിരിക്കില്ല ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇട്ടത്. അങ്ങനെ സത്യ ചേച്ചി ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞായിരുന്നു, മെസ്സേജ് ഇട്ടു, വിളിക്കണമെന്ന് വിചാരിച്ചാൽ ഓൺലൈനിലൊന്നും കാണാത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചേച്ചിക്ക് മെസ്സേജൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ഞാൻ ടാർഗറ്റ് ചെയ്ത് മക്കളെ എന്തോ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് വേറെ ആരെടുത്തല്ല, എൻ്റെ കെട്ടിയവൻ്റെ അടുത്താണ്. ആൾക്കാരൊക്കെ അത്യാവശ്യം നെഗറ്റീവും അവിടെ നിന്ന് ഇവിടെ നിന്ന് കുത്തി പറഞ്ഞപ്പോൾ ആളാണ് എന്തോ ആവട്ടെ നിനക്കിഷ്ടമുള്ള എന്തോ ചെയ്യും ആ ഒരു ഇത് കോൺഫിഡൻസ് തന്നെ. എനിക്കൊരു കുഴപ്പമില്ല, ആളെല്ലാ സപ്പോർട്ടും എനിക്കപ്പം കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്നത് ഹസ്ബൻഡ് മാത്രമാണ്. വേറെ ആരും നിന്നില്ല മക്കളെ, സത്യം. വേറെ ആരും എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ അമ്മയും വന്ന് പറയും പഠിക്കുക അല്ല PSC അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അമ്മയും പറഞ്ഞത്, നല്ല കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ PSCക്ക് പോകാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞിനെ അംഗൻവാടി വിടാനൊന്നും എനിക്കിപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
വീട്ടിൽ ഇരുന്ന് അപ്പോൾ ഒന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ അത് മോണിറ്റൈസ്ഡായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറയുന്നു. ടാറ്റാ, ബൈ, ലവ് യു. മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം എനിക്ക് ആ 4000 കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെയാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷം അവിടെ നമുക്ക് ഡോളറിൻ്റെ സിമ്പിളൊക്കെ വന്നായിരുന്നേ. അതിനുശേഷം എൻ്റെ എല്ലാ വീഡിയോസിലും ആ ഗ്രീൻ കളർ ഡോളറിൻ്റെ സിമ്പിൾ വന്നു. ശേഷം നണ്ടടാ മോണിറ്റൈസ്ഡ് ഓൺ എന്ന് പറഞ്ഞു വന്നു. ഹാപ്പി ബൈ.